അല്ല, ഞാൻ 7 വർഷത്തിന് ശേഷവും എഫ്ഐആർ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് 7 വർഷമായിട്ട് ഞാൻ ഈ പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. ഈ ഏതെങ്കിലും സാധാരണ തരത്തിൽ അദ്ദേഹത്തിന് ഇല്ല, അല്ലെങ്കിൽ സാധാരണ ഈ ഇതുപോലുള്ള കേസുകളൊക്കെ പോലീസിനെതിരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഷജീർ ഒരു പാറ്റേൺ ഉള്ളത്, പിന്നീട് ഇവർ വരികയോ അല്ലെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ഒക്കെ രംഗത്ത് വരും. എന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുക, ഒന്നുകിൽ കള്ളക്കേസിൽ പെടുത്തുമെന്ന് പറയുക, അല്ലെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും തരാം, കേസിൽ നിന്നൊന്ന് പിൻവാങ്ങിയാൽ മതി എന്ന് പറയുക. അത്തരം എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. നിരവധി പോലീസ് വകുപ്പിലുള്ള ആളുകൾ, നിരവധി എൻ്റെ സുഹൃത്തുക്കളല്ലാത്ത ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ എന്നെ സമീപിച്ചിട്ടുണ്ട്. നിരവധി ഓഫറുകൾ എന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഭീഷണിയുടെ സ്വരം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനം എന്ന രീതിയിൽ എൻ്റെ പാർട്ടി വളരെ വലിയ പിന്തുണയാണ് നൽകിയത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടി വളരെ ശക്തമായി എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിരവധിയായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഈ പണമൊക്കെ വാഗ്ദാനം, ഞാനത് പറയുന്നില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് പോലും ഈ സമ്പത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേര് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് എനിക്ക് ആവശ്യമായ സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ നേരിട്ടത്, എൻ്റെ മരണം മുന്നിൽ കണ്ട ആളാണ് ഞാൻ. എൻ്റെ ശ്വാസം നിലച്ചു പോയി അവശനായി കിടന്ന ആളാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു ക്രിമിനലായ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു രൂപത്തിൽ പെരുമാറുന്ന ഒരു പോലീസുകാരനാണ്. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞാൻ ഈ പരാതി ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നീട് കോഴിക്കോടേക്കൊക്കെയാണ് വന്നത്. കോഴിക്കോട് വന്നിട്ടൊരു ചെറുപ്പക്കാരനെ ഈ അമേരിക്കയിലൊക്കെ കണ്ട് വലിയ വിവാദമായതുപോലെ കഴുത്തിലേക്ക് ഇങ്ങനെ കൈമുറുക്കി ശ്വാസം മുട്ടിക്കുന്ന നീക്കമൊക്കെ ബൈജു നടത്തുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. ആ ബൈജുവിൻ്റെ പശ്ചാത്തലവും പരിശോധിക്കപ്പെടേണ്ടതാണ്. ശരി നവാസ്, ഇവിടെ അതിനേക്കാൾ ക്രൂരമായിരുന്നു. കാരണം ഈ എന്നെ ഉപദ്രവിച്ച SIയുടെ ഭാരം എന്ന് പറയുന്നത് എന്നെക്കാൾ 3 ഇരട്ടി. ശരി, എന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ നടുവിലൊക്കെ ചാടി ചവിട്ടുന്നതാണ്. എന്നെക്കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമാണ് ആ വേദന എന്ന് പറയുന്നത്. എൻ്റെ ഇടുപ്പിൽ 10-100 തവണ ചവിട്ടി, എഴിച്ച് വരുമ്പോഴൊക്കെ വീണ്ടും ചവിട്ടി താഴെയിട്ട് അദ്ദേഹം വല്ലാതെ ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ ആ കാല് വരെ പിടിച്ചു പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈജു ചെയ്തതുപോലെ അതിനേക്കാൾ ക്രൂരമാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ള ഒരാൾ എൻ്റെ നടുവിൽ ചാടി വീണാൽ ആ SIയുടെ രൂപമൊക്കെ നമുക്കറിയാം. അത് എത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചു എന്നുള്ളത്